ബിയോണ്ട് ദി ഇക്വേഷനിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സ്കൂൾ കുട്ടികൾക്കാണെന്നും പറഞ്ഞ് മുതിർന്നവർ ചെയ്യരുതെന്നല്ല, ക്യൂരിയോസിറ്റി ഉള്ള ഏതൊരു മനുഷ്യനും ഈ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാം. വളരെ എളുപ്പമുള്ള എക്സ്പെരിമെൻറ്റുകൾ. ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് അപവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശപാതയിൽ വ്യത്യാസം ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പെരിമെൻറ്റാണിത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാനും പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റാണ്. ആകെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു പേപ്പറിൽ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് വരച്ചിരിക്കുന്ന ആരോ. അപ്പോൾ നമ്മളിത് ചെയ്തു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആരോ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഗ്ലാസിൻ്റെ പുറം ഭാഗത്തേക്ക് വെച്ച് നോക്കുക. റൈറ്റ് സൈഡിലോട്ടുള്ള ആരോ ആണ്. ഇനി ഗ്ലാസ്സിലൂടെ നോക്കി കഴിയുമ്പോൾ ഇത് ലെഫ്റ്റിലോട്ടാകും. ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ആരോയിൽ ഒരു ഹെഡ് ഭാഗമുണ്ട്, ടെയിൽ ഭാഗമുണ്ട്. ഹെഡ് ഭാഗത്ത് നിന്ന് വരുന്ന പ്രകാശം വായുവിലൂടെ പോയി വെള്ളവും ഗ്ലാസും കടന്നു വേണം ക്യാമറയിലേക്ക് വരാൻ. അപ്പോൾ ഈ ഹെഡ് ഭാഗത്ത് നിന്ന് വരുന്ന പ്രകാശം ഗ്ലാസ്സിലൂടെ വന്ന് വെള്ളത്തിലൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ബെൻഡിങ് സംഭവിക്കും. ഈ ബെൻഡ് ചെയ്യുന്നത് നേരെ നിങ്ങളുടെ റൈറ്റ് ഭാഗത്തേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് ഭാഗത്ത് കാണുന്നത് ആരോയുടെ ഹെഡായിരിക്കും. ഇപ്പോൾ നോക്കുക, ആ ലൈൻ ഇങ്ങനെ നമ്മൾ നേരെ വരച്ചു കഴിഞ്ഞാൽ ആരോയുടെ ഹെഡ് ഈ ഭാഗത്തായിരിക്കില്ല കാണുന്നത്, ആരോയുടെ ഹെഡ് ഈ ഭാഗത്തായിരിക്കും കാണുക. അങ്ങനെ എല്ലാ പ്രകാശരശ്മികൾക്കും ഒരേപോലെ സംഭവിക്കും. അതായത് ഇങ്ങനെ കാണുന്ന ആരോ നിങ്ങൾ വെള്ളത്തിലൂടെ കണ്ടു കഴിയുമ്പോൾ നേരെ തിരിച്ചാകും. അടുത്ത എക്സ്പെരിമെൻറ്റ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ഥിത വൈദ്യുതി നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അതായത് ഇവിടെ ചാർജുകൾ മൂവ് ചെയ്യത്തില്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു ബലൂണും നമ്മുടെ തലമുടി മാത്രം മതി. തലമുടിയിൽ എണ്ണ തേക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ തലമുടിയിലേക്ക് ഞാൻ ഈ ബലൂൺ നന്നായിട്ട് റബ്ബ് ചെയ്യുന്നു. നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ചാർജസ് ഉണ്ടാകും. എങ്ങനെ ചാർജസ് ഉണ്ടാകും നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണുകൾ നമ്മുടെ തലമുടിയിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ഒരു അയോൺസ് ഫോർമേഷൻ ഉണ്ടാകും. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ അയോൺ ആകും എന്നുള്ള കാര്യം അറിയാമല്ലോ. അങ്ങനെ അയോൺ ഫോർമേഷൻ ഉണ്ടാകും. ഫലത്തിൽ നമുക്ക് ഒരു സ്ട്രീം ലൈൻ ഫ്ലോ, അതായത് വെള്ളം ഒഴുകുന്നതിനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഇതിനോട് ബെൻഡാകും. കണ്ടോ, നല്ല ഡിഫ്ലക്ഷനാണ് കാണുന്നത്. കണ്ടോ, വെള്ളം നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഡിഫ്ലക്ഷൻ കാണാനായിട്ട് പറ്റും. കണ്ടോ. അപ്പോൾ ഈ സ്ട്രീം ലൈനിലേ ഇത് പറ്റത്തുള്ളൂ. കാരണം ടർബുലൻ്റ് ആയി, സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നു. കുറച്ച് ടർബുലൻ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും. കാരണം അവിടെ മോളിക്യൂൾസ് കണക്ഷൻ അങ്ങ് പോകും. അപ്പോൾ അത്ര കണ്ട് കാര്യം നടക്കത്തില്ല. നോക്കുക, കണ്ടോ. അപ്പോൾ ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ 2 ബലൂണുണ്ട്. ബലൂണിനെ നൂല് കെട്ടി തൂക്കി താഴേക്ക് ഇടുക. ഇത് ഇൻഡോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഔട്ട്ഡോറിലാണെങ്കിൽ ഇഷ്ടംപോലെ കാറ്റ് കാണും. അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇൻഡോർ ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് നിറയെ കാറ്റ് കാരണം ഈ ബലൂൺ നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ജനലൊക്കെ അടച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് 2 ബലൂണ് കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഊതിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഏത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അത് പറന്നു പോകും. ഭാരം കുറവുള്ളതാണെങ്കിൽ, ഭാരം കൂടുതലുള്ളതാണെങ്കിൽ പറന്നു പോകത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ഊതി നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും, ഊതിയപ്പോൾ ഇവർ 2 പേരും കൂടെ അടുക്കുകയാണ് ചെയ്തത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഞാനിത് ഊതുന്നതിനനുസരിച്ച് ഇവ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഊതുമ്പോൾ ഇവിടുത്തെ എയറിനെ ഞാൻ ശരിക്കും മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എയർ വളരെ വേഗത്തിൽ സഞ്ചരിക്കും. ഇവിടുത്തെ എയർ കുറയും, പുറത്തു നിന്നുള്ള എയർ വരും. ആ എയർ ഈ ബലൂണുകളെ തമ്മിൽ അടുപ്പിക്കും. പക്ഷേ ഈ സിമ്പിൾ എക്സ്പെരിമെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഏറ്റവും ചെറിയ ബലൂണിൽ നിന്ന് തുടങ്ങി വിമാനവും റോക്കറ്റുകളും പറക്കുന്നതിൽ വരെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലും വലിയ ക്ലാസ്സുകളിലും എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എയർ ഫാസ്റ്റായി മൂവ് ചെയ്യരുത്. വായു വളരെ വേഗത്തിൽ ചലിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കുറയും. അപ്പോൾ ഞാൻ ഇവിടുത്തെ വായു വേഗത്തിൽ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രഷർ കുറയുന്നു, ചുറ്റിനുമുള്ള വായു ഇതിനടുത്തേക്ക് വരുന്നു. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റ് എക്സ്പെരിമെൻറ്റുകളും ഇതേപോലെ തന്നെ മനോഹരമായ സയൻസ് കാര്യങ്ങളുമായി അടുത്തൊരു ദിവസം കാണാം.
അപ്പോൾ ഹാപ്പി ഫിസിക്സ് ഫോർ ഹാപ്പി ലൈഫ്.